നമസ്കാരം. ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. അംഗം മുറുകി, തെരഞ്ഞെടുപ്പ് തട്ടുണർന്നു. ഒരു മുഴം മുന്നേ കളത്തിലിറങ്ങി LDF. കേരളം ഇനി ഇലക്ഷൻ ചൂടിലേക്ക്. LDF സ്ഥാനാർത്ഥികളെല്ലാം ഓക്കെ. UDF-ൽ ലീഗ് ഒഴികെയുള്ള സ്ഥാനാർത്ഥികൾക്കായി ദില്ലിയിലേക്കാണ് ഇപ്പോഴും നോട്ടം. ഗുണമേന്മയുള്ള സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ ആരോഗ്യമുള്ളതാക്കുമെന്ന് പൊതുവെ നിരീക്ഷിക്കുന്ന ഒരു വേളയിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഉയർത്തുന്ന ചോദ്യം, LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം എതിരാളികളെ ഭയപ്പെടുത്തുന്നു. CPIM പ്രതിനിധിയായി LDF പ്രതിനിധിയായി CPIM-ലെ PP ചിത്തരഞ്ജൻ, UDF പ്രതിനിധിയായി കോൺഗ്രസിലെ PS സലിം, ഒപ്പം മാധ്യമപ്രവർത്തകനായ M ജയചന്ദ്രൻ, നിരീക്ഷകനായി ലാൽകുമാർ എന്നിവരാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചർച്ച തുടങ്ങുമ്പോൾ ആദ്യം കോൺഗ്രസ് നേതാവ് ശ്രീ PS സലിമിലേക്ക്. ശ്രീ PS സലിം, LDF-ന്റെ സ്ഥാനാർത്ഥികളായി UDF-ലെ ലീഗ് ഒഴികെയുള്ള സ്ഥാനാർത്ഥികൾ ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. ശ്രീ PS സലിം, കേൾക്കാമെങ്കിൽ? അതായത് LDF-ന്റെ സ്ഥാനാർത്ഥികളെല്ലാമായി CPIM-ഉം എല്ലാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ UDF-ൽ ലീഗ് ഒഴികെ ഒരു സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും വ്യക്തത വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് എത്തിക്കഴിഞ്ഞു. നാളെയോ മറ്റന്നാളോ മാക്സിമം അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഈ ഒരു ഘട്ടത്തിൽ ഇത് നിങ്ങളെ ബാധിക്കില്ലേ? അല്ല അജിംഷാദ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ല, വിജ്ഞാപനം വന്നിട്ടില്ല. സ്വാഭാവികമായും എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥിനെയും അടക്കമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കത്തിലാണ്. CPIM-ഉം CPIM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതും അത് പരമ്പരാഗതമായി വ്യത്യസ്തമായ രീതിയിലും ശൈലിയിലുമാണ്. നമുക്കറിയാം, CPIM-ന് കേരളത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണമെങ്കിൽ കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുണ്ട്. അവർക്ക് PB കൂടിയാലും സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയാലും സെക്രട്ടേറിയറ്റ് കൂടിയാലും അത് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയാലും ഇതൊക്കെ വളരെ പരസ്പര പൂരകങ്ങളായി നിൽക്കുന്ന CPM-ന്റെ ഡിസിഷൻ മേക്ക് ബോഡീസാണ്. ഞങ്ങളുടേത് ഒരുപാട് ജനാധിപത്യപരമായ രീതിയിലുള്ള നടപടിക്രമങ്ങളുണ്ട്. ഇതിന്റെ ആദ്യ ഘട്ടം എന്ന നിലയിൽ ഞങ്ങളുടെ KPCC-യുടെ തെരഞ്ഞെടുപ്പ് സമിതി കൂടി കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു പ്രാരംഭ ആലോചന നടത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് സ്ക്രീനിംഗ് കമ്മിറ്റി ചേരണം, കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകണം. ആകെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 500ഓളം ലോക്സഭാ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി UP-യിലെയും ഗുജറാത്തിലെയും ഏതാനും സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ മാത്രമാണ് പ്രഖ്യാപിച്ചത്. അത് ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. അതിൽ അജിംഷാദിനൊരു ഒരു ആകുലപ്പെടേണ്ട അല്ലെങ്കിൽ അത് സംബന്ധിച്ച് എനിക്ക് ആകുലതയൊന്നുമില്ല. പക്ഷെ റായ്ബറേലിയിലും അമേഠിയിലും താങ്കൾ പറഞ്ഞ ഈ ജനാധിപത്യ പ്രക്രിയ ഒന്നും ഇല്ലല്ലോ. അവിടെ സ്ഥാനാർത്ഥികളായല്ലോ. ആ ഘട്ടത്തിലാണ് ചോദിച്ചത്. ഇവിടെ കേരളത്തെ സംബന്ധിച്ച് അവിടെ UPCC-യുടെ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മിറ്റി കൂടി നൽകിയ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് അതിനുശേഷമാണ്. പിന്നെ ഇപ്പൊ റായ്ബറേലിലെ സ്ഥാനാർത്ഥി അമേഠിയിലെ സ്ഥാനാർത്ഥിയും അതില് നമുക്കറിയാമല്ലോ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. ആ സീറ്റുകളിലേക്ക് സ്വാഭാവികമായും സോണിയാഗാന്ധി നേരത്തെ ജനാധിപത്യം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ജനാധിപത്യ പ്രക്രിയയുടെ ഉത്തുംഗതയിലാണ് കോൺഗ്രസ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പോകട്ടെ, ഞാൻ ചോദിക്കുന്നത് അതല്ല. LDF കേന്ദ്രങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. സലിം, LDF കേന്ദ്രങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം ഒന്നിനൊന്നോട് മെച്ചമായ സ്ഥാനാർത്ഥികൾ വ്യക്തിപ്രഭാവത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും പൊതുപ്രവർത്തനത്തിലും ഒക്കെ ജനകീയ അർത്ഥത്തിൽ മാറ്റുരയ്ക്കുന്നവരാണ് എന്നൊക്കെയാണ് അവരുടെ ആത്മവിശ്വാസം. പക്ഷെ നിങ്ങളാകട്ടെ ഘടകകക്ഷികളെ പോലും മെയിൻറ്റെയിൻ ചെയ്യാനാകുന്നില്ല, അവരെ പോലും കൃത്യമാക്കി അവരുടെ തർക്കങ്ങൾ തീർക്കാനാകുന്നില്ല. നിങ്ങളാകട്ടെ അതിനേക്കാൾ വലിയ തർക്കമെന്ന് ധ്വനിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരറ്റത്ത് ആത്മവിശ്വാസം, ഒരറ്റത്ത് ഈ തർക്കവും, അതാണ് ഞാൻ മുമ്പോട്ട് വെച്ചത്. അജിംഷാദെ, ഞാൻ ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും
സ്വകാര്യമായി പങ്കുവെക്കാൻ കഴിയുന്ന ഒരു അക്കാഡമിക് ഇൻഡസ്ട്രി, നമ്മുടെ എല്ലാ രാഷ്ട്രീയപരമായ നമ്മുടെ എല്ലാ സ്വാധീനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒട്ടും പ്രിജുഡീസ് ആവാതെ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം, CPIM-ന് കേരളത്തിൽ ഒരു കാൻഡിഡേറ്റ് സ്റ്റാർവേഷൻ ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. അല്ല, ഞാൻ അജിംഷാ ചിരിക്കണ്ട. ഇത്രയധികം MLA-മാരെ മത്സരിപ്പിക്കാൻ CPIM പോലെ പാർട്ടി തയ്യാറാവുന്നെങ്കിൽ 4 തവണ MP ആയ സമ്പത്തിനെ മാറ്റി അവിടെ സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കാൻ കഴിയാത്ത ഒരു പാർട്ടി എങ്ങനെ ഈ നിങ്ങൾ പറയുന്ന ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുമ്പോഴും അവരുടെ ഉള്ളിൽ നിറയുന്ന ഒരു ആശങ്ക, ഭീതി, ജനാധിപത്യത്തെ അഭിമുഖീകരിക്കാനുള്ള ഒരു വലിയ വൈമനസ്യമാണ് CPIM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുള്ളത്. നമുക്കറിയാം, ചാലക്കുടി അടക്കം പൊന്നാടി അടക്കമുള്ള സീറ്റുകളില് CPIM-ന് ഒരു കാലത്തും നേരിടേണ്ടി വരാത്ത പ്രതിസന്ധി, അത് ആ പാർട്ടിയിൽ ഉണ്ടാവുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ ഒഴിവാക്കാൻ. പക്ഷെ അതിലൊരു പക്ഷേ അവരിപ്പം സമ്പത്തിനെ മാറ്റാൻ ആർക്കെങ്കിലും ധൈര്യം കാണിച്ചാൽ അവിടെ ഉണ്ടാവുന്ന പ്രശ്നം. പൊന്നാനിയിൽ നമുക്കറിയാം, അൻവർ എന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ്. മറ്റ് ഒരുപാട് നിക്ഷിപ്ത താല്പര്യങ്ങളുടെ പ്രതീകമാണ് ആ സ്ഥാനാർത്ഥി. ഈ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും എത്ര തവണ മാറി അൻവറെ മാറ്റാനുള്ള ഒരു തീരുമാനം, ഒരു വലിയ ശ്രമം ഉണ്ടായിട്ടും അത് പരാജയപ്പെട്ട് അവസാനം ഈ സമ്മർദ്ദത്തിന്റെ മുമ്പിൽ CPM പോലൊരു പാർട്ടി അടിയറവ് പറയേണ്ടി വരുന്നു എന്നുള്ളിടത്താണ് ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ശ്രീ സലിം, പുറത്തു പറയുന്നത് ഇങ്ങനെയൊന്നുമല്ല. പുറത്തു പറയുന്നത് ഈ LDF സ്ഥാനാർത്ഥികൾ, മെച്ചപ്പെട്ട വ്യക്തിത്വങ്ങളുള്ള ഈ സ്ഥാനാർത്ഥികളെ സമർപ്പിച്ചതോടുകൂടി നിങ്ങൾ ഉള്ളിൽ പ്ലാൻ ചെയ്തു വെച്ചിരുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ നിങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചിരുന്നതൊക്കെ തകിടം മറിഞ്ഞു. ഇപ്പോൾ യുവാക്കൾക്കായി ഓടുന്നു, പഴയ മുഖങ്ങൾക്കായി ഓടുന്നു, ജനകീയ മുഖങ്ങൾക്കായി ഓടുന്നു. ഇനി ആരെ എവിടെ ഇടും? ഈ ഒരു വലിയ പരുതലാണ് നിങ്ങളെന്നാണ് പൊതുവെ പുറത്ത് ആൾക്കാർ പറയുന്നത്. ശ്രീ സലിം പറയുന്നത് പോലെ അത്ര വലിയ ഞങ്ങളുടെ സ്ഥാനാർത്ഥിനെയും വളരെ വളരെ ഒരുപാട് കടമ്പകളുള്ള ഒരു പ്രക്രിയയാണ്. അതെ, ആ കടമ്പകൾ അറിയാം ശ്രീ സലിം, കടമ്പകൾ അറിയാം. ശ്രീ PP ചിത്തരഞ്ജൻ കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ശ്രീ PP ചിത്തരഞ്ജൻ, അതായത് ഒരു മുഴം മുമ്പേ എറിഞ്ഞു, വലിയ ആത്മവിശ്വാസത്തിലാണ് LDF കേന്ദ്രങ്ങൾ, CPIM-ഉം CPI-ഉം ഒക്കെ എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസ് നിരീക്ഷിക്കുന്നത് നോക്കൂ. നിങ്ങൾ ഒരു കാലത്തും ഇല്ലാത്ത വിധം വലിയ പട്ടിണിയിലാണ് ഇപ്പോൾ. സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും അത് പ്രതിഫലിച്ചു എന്നാണ് സലിം പറഞ്ഞത്. ശ്രീ PP ചിത്തരഞ്ജൻ, അർത്ഥത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. കാരണം ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപനത്തോടുകൂടി 1ാം റൗണ്ടിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മേൽക്കൈ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും ഒരുപോലെ പറയുക. ഇവിടെ കാണേണ്ട പ്രത്യേകത എന്താ? ഈ കേരളത്തിന്റെ സാമൂഹ്യ ഘടന, ആ സാമൂഹ്യ ഘടന പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ് LDF പ്രഖ്യാപിച്ചത്. ഇവിടെ ഇപ്പോൾ അതിനകത്തൊരു ആക്ഷേപം പറയുന്നത് എന്താ? അവർ പറയുന്നത് LDF-ന്റെ ലിസ്റ്റിൽ MLA-മാർ കടന്നു വന്നിരിക്കുന്നു എന്നാണ്. ഈ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിൽ എത്ര MLA-മാർ മത്സരിച്ചിട്ടുണ്ട്? കോൺഗ്രസിന്റെ 4 MLA-മാരല്ലേ 2009 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്? അപ്പോൾ MLA-മാർ മത്സരിക്കുന്നത് ഏതെങ്കിലും പാതകമാണെന്ന് അന്ന് ഇടതുപക്ഷ മുന്നണിയൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ കെ സുധാകരനും KC വേണുഗോപാലും KV തോമസും അടക്കമുള്ള ആൾക്കാർ MLA-മാരായി ഇരിക്കുന്ന സന്ദർഭത്തിലല്ലേ അവർ പാർലമെന്റിലേക്ക് മത്സരിച്ചത്. ഞങ്ങൾ അതിനൊന്നും ആക്ഷേപിച്ചിട്ടില്ല. ഇവിടെ UDF-ന്റെയും BJP-യുടെയും എല്ലാ പ്രതീക്ഷകളെയും തകർക്കുന്ന നിലയിൽ തെരഞ്ഞെടുപ്പിൽ അതിഗംഭീരമായിട്ടുള്ള വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടാൻ പോകുന്നത്. ഓരോ മണ്ഡലത്തിനും പറ്റുന്ന നിലയിൽ തന്നെയുള്ള ശേഷിയുള്ള കാര്യപ്രാപ്തരായിട്ടുള്ള ജനപ്രതിനിധികളെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുവാൻ തീരുമാനിച്ചു നടത്താൻ. എന്താ കോൺഗ്രസിന്റെ അവസ്ഥ? എന്താ BJP-യുടെ അവസ്ഥ? BJP-യുടെ അകത്തെല്ലാം തന്നെ കുമ്മനം രാജശേഖരൻ ഇവിടെ നിന്നും മിസോറാമിലേക്ക് പോയതും അവരുടെ ഇടയിലുണ്ടായിരുന്ന അഭ്യന്തര പ്രശ്നവും
ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നതും ഇപ്പോഴും ആ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന സ്ഥിതി എല്ലാവരും കാണുകയല്ലേ. UDF-നകത്തെന്താ, കോൺഗ്രസിനകത്തുള്ള സ്ഥിതി എന്താ? കനകശീലം പോലെ ചർച്ചകൾ തീർന്നില്ല എന്ന് മാത്രമല്ല, പഴയതുപോലെ തന്നെ വീതം വെച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് AU IU എല്ലാം തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ കാണാൻ കഴിയുന്നത്. അവിടെ തന്നെ അതിശക്തമായിട്ടുള്ള അസംതൃപ്തിയല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ യോജിച്ച നിലയിൽ എല്ലാ ജനാധിപത്യപരമായ സംഘടനാ രീതി അവലംബിച്ചുകൊണ്ട് തന്നെ CPM-ഉം CPI-യും അതിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പൂർത്തീകരിച്ച് ജനങ്ങളെ സമീപിക്കുവാൻ സ്ഥാനാർത്ഥികൾ പരസ്യമായി തുടങ്ങിക്കഴിഞ്ഞു. വലിയ ആവേശകരമായിട്ടുള്ള പ്രതികരണം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത അത് UDF-ന്റെ ക്യാമ്പുകളിലും BJP-യുടെ ക്യാമ്പുകളിലും തുടക്കത്തിൽ തന്നെ വലിയ അങ്കലപ്പാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവര് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് അഭിസംബന്ധമായി പറയാനുള്ളത്. ശ്രീ PP ചിത്തരഞ്ജൻ, താങ്കൾ തന്നെ പറഞ്ഞു ഇപ്പോ LDF-ല് 6 MLA-മാർ അല്ലെങ്കിൽ MLA-മാരെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഒരു മുറുമുറുപ്പ് പറയാനുള്ളതെന്ന്. അതേ സംബന്ധിച്ച് ജനങ്ങളോട് LDF-ന് വിശദീകരിക്കാൻ ഉള്ളത് എന്താണ്? LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരിക്കുന്ന ഓരോ MLA-മാരും തങ്ങളുടെ കഴിവുകൾ വളരെ കൃത്യമായി പ്രകടിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളവരാണ്. അവരെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ട് രാഷ്ട്രീയത്തിന് അതീതമായ വലിയ പിന്തുണയാണ് അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരുടെ ആ ജനസ്വാധീനവും അതോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തിയും ഇത് രണ്ടും കൂടെ പ്രകടമാകുമ്പോഴാണ് ഗംഭീര വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ ആലപ്പുഴയിൽ മത്സരിക്കുന്ന സഖാവ് AM ആരിഫ് ആയാലും കോഴിക്കോട് മത്സരിക്കുന്ന സഖാവ് പ്രദീപ് കുമാർ ആയാലും കുറഞ്ഞ കാലം മാത്രമാണ് വീണ ജോർജ് ആറന്മുളയിലെ MLA ആയെങ്കിൽ പോലും ആ മഹാപ്രളയമടക്കമുള്ള എല്ലാ ഘട്ടങ്ങളിലും അവരുടെ പ്രകടനം, അവരുടെ ആത്മാർത്ഥത അതെല്ലാം ജനങ്ങളിൽ വലിയ പ്രതീക്ഷയും വലിയ അംഗീകാരവുമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനെ മുഴുവൻ മുതലാക്കുക, അവരുടെ എല്ലാം ശേഷിയെയും രാഷ്ട്രീയമായ സ്വാധീനങ്ങൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി സീറ്റ് ഇന്ത്യയുടെ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഉണ്ടാക്കുക എന്നുള്ള ചുമതലയാണ് ഇവിടെ നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, PP ചിത്തരഞ്ജനാണ് അതേ സംബന്ധിച്ച് വിശദീകരിച്ചത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകനായ ശ്രീ M ജയചന്ദ്രൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജയചന്ദ്രൻ, കേൾക്കാമല്ലോ അല്ലേ? ശ്രീ ജയചന്ദ്രൻ, പറയൂ. അതായത് ഈ സ്ഥാനാർത്ഥികളൊക്കെ LDF-നായി, UDF-ലെ 2 സ്ഥാനാർത്ഥികളെ ലീഗ് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ UDF-ലെ മറ്റ് സ്ഥാനാർത്ഥികൾ, കോൺഗ്രസ് അടക്കമുള്ള മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊരു ലിസ്റ്റ് ആയിട്ടില്ല. അതിനായി ദില്ലിയിലേക്ക് പോയിരിക്കുന്നതേ ഉള്ളൂ വിവരങ്ങൾ. അതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. മറിച്ച് പ്രഖ്യാപിച്ച് മുന്നോട്ട് നീങ്ങുന്ന LDF ആകട്ടെ വലിയ ഒരു കണ്ടിട്ടില്ലാത്ത തരത്തിലെ രാഷ്ട്രീയവും സ്ഥാനാർത്ഥി നിർണയത്തിലുമൊക്കെ വലിയ ദാരിദ്ര്യം അനുഭവപ്പെടുന്നതാണ് അവരുടെ പ്രഖ്യാപനങ്ങളിൽ നിഴലിച്ചു കണ്ടതെന്ന് കോൺഗ്രസ് നിരീക്ഷിക്കുകയും ചെയ്തു. അതിന് മറുപടി PP ചിത്തരഞ്ജൻ പറഞ്ഞതും താങ്കൾ കേട്ടിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് താങ്കൾ ഒരു മൂന്നാം കണ്ണെന്ന നിലയിൽ ഇത് വിലയിരുത്തുന്നത്? അജിംഷാദെ, ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകാത്തത് കൊണ്ടും ഇപ്പോ സിറ്റിംഗ് MP-മാർക്ക് സീറ്റ് കൊടുക്കണം എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു പ്രഖ്യാപിത നിലപാടാണ് ഈ ഇലക്ഷനിൽ. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ പുറത്ത് വാർത്തകൾ പ്രചരിക്കുന്നത് പോലെ സിറ്റിംഗ് MLA-മാരുടെ സീറ്റിൽ തന്നെ, ഉദാഹരണത്തിന് എറണാകുളത്ത്, പത്തനംതിട്ടയില് KV തോമസിന്റെ മണ്ഡലത്തിലും പത്തനംതിട്ടയിലെ ആന്റോണിയുടെ മണ്ഡലത്തിലും ഒന്നിലധികം ആസ്പിരൻസ് ഉണ്ട്. അവിടെ സ്ഥാനാർത്ഥിത്വം മോഹിക്കുന്ന ഒന്നിലധികം ആൾക്കാരുണ്ട്, നേതാക്കളുണ്ട്. മറ്റ് സ്ഥലങ്ങളിലെ കാര്യം അതുപോലെ തന്നെ കിടക്കുന്നു. അപ്പൊ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊരു തീരുമാനമാക്കാൻ ഇവിടുന്ന് കഴിഞ്ഞിട്ടില്ല. അതിനെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ പൂർത്തിയാക്കാൻ കഴിയൂ. 20-ാം തീയതിയോടെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാവൂ. ആ 20-ാം തീയതി അടുപ്പിച്ച് ഈ സ്ഥാനാർത്ഥി പട്ടിക വരൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില. പക്ഷേ തീർച്ചയായിട്ടും ഇതിനെയൊക്കെ വളരെ ഭംഗിയായി സ്ഥാനാർത്ഥി നിർണയം വളരെ കാര്യക്ഷമമായി തന്നെ പൂർത്തിയാക്കാൻ LDF-ന് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. അക്കാര്യത്തിൽ നിസ്സംശയം നമുക്ക് അടിവരയിടാൻ കഴിയും. സ്ഥാനാർത്ഥി നിർണയം യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ കാര്യക്ഷമതയോടെ പൂർത്തിയാക്കാൻ LDF-ന് കഴിയുക മാത്രമല്ല, ഈ സ്ഥാനാർത്ഥികളെല്ലാം ഇന്നു മുതൽ തന്നെ കളത്തിലിറക്കാനും കഴിഞ്ഞു എന്നുള്ളത് നേട്ടം തന്നെയാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ UDF-ൽ മലപ്പുറത്തെയും പൊന്നാനിലെ സ്ഥാനാർത്ഥികൾ മാത്രമേ വന്നിട്ടുള്ളൂ. RSPയുടെ സ്ഥാനാർത്ഥിയെ നേരത്തെ അനൌദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലത്ത്. ഇതാണ് അവരുടെ ഭാഗത്തുള്ളത്.
പിന്നെ ഈ MLA-മാരുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് UDF വരുന്നത് കേട്ടാൽ, പിന്നെ അല്ലെങ്കിൽ BJP പറയുന്നത് കേട്ടാൽ വാസ്തവത്തിൽ നമുക്ക് അനുതാപം, സഹതാപം മാത്രമേ തോന്നുള്ളൂ. കാരണം 1984 വക്കം പുരുഷോത്തമൻ MLA, നാറ്റിങ്ങൽ MLA ആയിരുന്ന വക്കം പുരുഷോത്തമൻ നേരെ വന്ന് മത്സരിക്കുന്ന ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ മത്സരിച്ചാണ് MP ആവുന്നത്. അതുപോലെ തന്നെ MLA ആയിരിക്കുമ്പോഴാണ് 2009 KC വേണുഗോപാൽ ആലപ്പുഴ മത്സരിച്ച് MP ആവുന്നത്. ഇതൊന്നും അവർക്ക് ബാധകമല്ലേ? അവരൊന്ന് MLA-മാരായിരിക്കെ MP-മാരായിട്ട് മത്സരിച്ചൊന്നും കേരളത്തിലെ ജനങ്ങൾ അങ്ങ് വെറുതെ അങ്ങ് മറന്നുപോകും എന്നാണോ കരുതുന്നത്? അതുപോലെ രസകരമാണ്, കുമ്മനം രാജശേഖരൻ രാജിവെച്ചിട്ടല്ലേ മത്സരിക്കുന്നത്. അതുകൊണ്ട് MLA സ്ഥാനം രാജിവെച്ചിട്ട് മത്സരിച്ചുകൂടെ എന്ന് ഏതോ ഒരു ബിരുദൻ ഫേസ്ബുക്കിലാണോ ട്രോളിലല്ല ഫേസ്ബുക്കിൽ ചോദിച്ചത് കേട്ടു. എന്തൊരു വിഡ്ഢിത്തരമാണ്. ഗവർണറായിരുന്നുകൊണ്ട് ആർക്കെങ്കിലും മത്സരിക്കാൻ കഴിയുമോ? അതെങ്കിലും മനസ്സിലാക്കണ്ടേ ഈ BJP-ക്കാര്? അത് ഭരണഘടനാ പദവിയല്ലേ? ആ ഭരണഘടനാ പദവിയിൽ ഇരിക്കെ ഗവർണർമാർ സാധാരണ പിന്നീട് രാഷ്ട്രീയം കളിക്കാൻ പാടില്ലെന്നാണ് പൊതുവെ ഉള്ളൊരു നാട്ടുനടപ്പ്. അത് നിയമമൊന്നുമല്ല. അങ്ങനെയുള്ളവർ പിന്നീട് വരാറില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ തന്നെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് ശ്രീ ശങ്കരനാരായണൻ. പക്ഷേ അവിടെ അദ്ദേഹത്തിന് ആ സീറ്റിൽ ഇരിപ്പുറച്ചില്ല മിസോറാമിൽ. അത് അവിടെ നേരെ ഇങ്ങ് വന്നിട്ട് ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരികയാണ്, മത്സരിക്കാൻ വരികയാണ്. മത്സരിച്ച് അദ്ദേഹം മത്സരിച്ചോട്ടെ, അതൊക്കെ ജനാധിപത്യപരമായ കാര്യങ്ങളും അവകാശങ്ങളും ഒക്കെ നമുക്ക് തർക്കമില്ല, അതൊക്കെ മത്സരിക്കട്ടെ. പക്ഷേ ഇതെല്ലാം ഇടതുപക്ഷം ചെയ്തു കഴിഞ്ഞാൽ അതേതോ മഹാപാതകമാണ്. അവരുടെ ആൾക്കാർക്കൊന്നും പിന്നെ എന്തുമാകാം. മറ്റു കക്ഷികൾക്ക് UDF-നും പിന്നെ NDA-ക്കും എന്തുമാകാം. ഇവിടെ ജയസാധ്യത മാത്രമാണ് മാനദണ്ഡമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞല്ലോ. അതല്ല ശ്രീ M. ജയചന്ദ്രൻ, അതല്ല നമ്മൾ ഈ ഘട്ടത്തിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നത് ഇതാണ്. അതായത് ഇപ്പോൾ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. UDF ആരൊക്കെയാണ് എന്ന അവ്യക്തത ഉണ്ടെങ്കിലും ഏകദേശം നമുക്കറിയാവുന്ന ഒരു ചിത്രമുണ്ട്. ഇത് വെച്ചിട്ട് ഇപ്പോഴത്തെ ഇലക്ഷൻ ഘട്ടം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാമല്ലോ. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉള്ള മേന്മകൾ, പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ജനകീയ മുഖം എത്രത്തോളം വ്യക്തമാണ്, അത് എത്രത്തോളം വോട്ടായി മാറും, ഒപ്പം ദേശീയ പ്രശ്നങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഇത് കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ മേൽക്കൈ ആർക്കാണ്? തീർച്ചയായിട്ടും നിസ്സംശയം പറയാൻ കഴിയും മേൽക്കൈ. ഇത് വെറുതെ നമ്മൾ ഒരു ചർച്ചയ്ക്ക് വേണ്ടി പറയുന്നതല്ല. ഇടതുപക്ഷം മുമ്പോട്ട് വെക്കുന്നത് 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇടതുപക്ഷത്തെ നേതാക്കളെല്ലാം തന്നെ. അതായത് BJP-യെ പരാജയപ്പെടുത്തുക ഒന്നാമത്തെ ലക്ഷ്യം, രണ്ടാമത് ഇടതുപക്ഷത്തിന് ലോക്സഭയിലെ ശക്തി നന്നായി വർദ്ധിപ്പിക്കാൻ സാധിക്കുക രണ്ടാമത്തെ ലക്ഷ്യം, മൂന്നാമത് കേന്ദ്രത്തിൽ മതേതര സർക്കാർ രൂപീകരിക്കുക. ഈ 3 ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് മത്സരത്തിന് ഇറങ്ങുന്നതെന്ന് ഇടതുപക്ഷ നേതാക്കളെല്ലാം തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ആ ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള സ്ഥാനാർത്ഥി നിർണയവും അതിനനുസരിച്ചുള്ള കാര്യങ്ങളും വളരെ കാര്യക്ഷമമായി ചെയ്യാൻ ഇടതുപക്ഷത്തിന് ഇപ്പോഴേ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തുടക്കത്തിലെയുള്ള മുന്നേറ്റം. ഇനി സ്ഥാനാർത്ഥികളുടെ കാര്യം എടുത്താൽ പിന്നെ അവിടുന്ന് CPI-യുടെ 4 സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരം, മാവേലിക്കര, തൃശ്ശൂര്, വയനാട് 4 ജില്ലകളിലുണ്ട്. അതിനുശേഷം പിന്നീട് തിരുവനന്തപുരം തൊട്ടപ്പുറത്തെ മണ്ഡലത്തിലാണല്ലോ ഡോക്ടർ A. സമ്പത്തിന്റെ കാര്യക്ഷമതയെക്കുറിച്ച്, പ്രവർത്തന രീതിയെക്കുറിച്ച്, അടിസ്ഥാന ജനവിഭാഗങ്ങളായിട്ടും വോട്ടർമാരുമായിട്ടുള്ള നിത്യബന്ധത്തെക്കുറിച്ച് ഒക്കെ എടുത്തു പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ ഈ വക്കീൽ സഖാവ് പാർലമെന്റ് എന്ന കോടതിയിൽ പോയി വാദിക്കാൻ പോകുന്നു എന്ന നിലയ്ക്കല്ലേ എതിരാളികൾ പോലും സംസാരിക്കുന്നത്? അരുൺ ജെയ്റ്റ്ലി അടക്കമുള്ളവർ പറഞ്ഞതൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതുമാണ്. അതല്ലേ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നു കേൾക്കുന്നത് കോൺഗ്രസിലെ അടൂർ പ്രകാശാണ്. നമ്മൾ ആ ഭാഗത്തേക്ക് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകാത്തതുകൊണ്ട് കിടക്കുന്നതിൽ സമ്പത്തിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് അത് വളരെയേറെ വ്യക്തമാണ്. ജനങ്ങൾക്ക് അത്രയേറെ താല്പര്യമുള്ളതാണ്. അത്തരത്തിൽ താഴെത്തട്ടിലുള്ള ജനങ്ങളുമായിട്ട് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സഖാവുമാണ് അദ്ദേഹം. ആ നിലയ്ക്കാണ് അവിടുത്തെ കാര്യങ്ങൾ. പിന്നെ കൊല്ലത്തെ KN ബാലഗോപാലിനെ സംബന്ധിച്ച് അദ്ദേഹം SFI-യിൽ നിന്ന് തുടങ്ങി, പിന്നീട് രാജ്യസഭാംഗമായി പ്രവർത്തിച്ചു. അതിനുശേഷം പിന്നെ കൊല്ലം ജില്ലാ സെക്രട്ടറിയായിട്ട് ദീർഘകാലം പ്രവർത്തിച്ചു. പിന്നീട് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നു. എന്തുകൊണ്ടും പ്രേമേന്ദ്രൻ കഴിവിനെ കുറച്ച് കാണേണ്ട കാര്യമില്ല. MP എന്നുള്ള അദ്ദേഹത്തിന് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതേ അളവിലോ അതിലുപരിയായിട്ടോ അവിടുത്തെ ജനങ്ങൾക്ക് നിത്യബന്ധമുള്ള ആളാണ് ശ്രീ KN ബാലഗോപാൽ. അക്കാര്യത്തിലും ആർക്കും യാതൊരു സംശയം വരാൻ ഇടയില്ല. അദ്ദേഹമാണ് കൊല്ലത്ത് മത്സരിക്കുന്നത്. ഇങ്ങോട്ട് വന്നാൽ ഇപ്പോ ആലപ്പുഴയിൽ ആരിഫ്, ഇപ്പോ നമ്മൾ പൊതുവെ പറയുമ്പോഴേക്ക് ഈ ആലപ്പുഴ മണ്ഡലത്തിൽ 1 ലക്ഷത്തിലധികം വോട്ട് 7 മണ്ഡലങ്ങളാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. അതിൽ ഹരിപ്പാട് ഒഴിച്ച് ബാക്കി മുഴുവനും ഇടതുപക്ഷത്തിന്റെ ആണ് നിൽക്കുന്നത്. ഒരു മണ്ഡലം കരുനാഗപ്പള്ളി കൊല്ലം ജില്ലയിലുമാണ്. 1 ലക്ഷത്തിൽ പരം ഭൂരിപക്ഷമുണ്ട്. പക്ഷെ അത് വെച്ച് അളക്കരുത്.
പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുന്നു. അത് അങ്ങനെ അളക്കാൻ പാടില്ല. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ് നമ്മൾ 1,00,000 ഭൂരിപക്ഷം പറയുന്നത്. പക്ഷെ അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BDJS ഒരു ഘടകമായിരുന്നു. BDJS കുറെ വോട്ടുകൾ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ പെട്ടുപോയിട്ടുള്ളത് കോൺഗ്രസിന്റെ വോട്ടുകളുമാണ്. പക്ഷേ ആരിഫിന്റെ മണ്ഡലത്തിൽ ആരിഫ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭൂരിപക്ഷമുണ്ട്. 32,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഒരൊറ്റ മണ്ഡലത്തിൽ നിൽക്കുന്നത്. അപ്പൊ നേരെ മറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ KC വേണുഗോപാലിന്റെ കഴിഞ്ഞ കൊല്ലത്തെ ഭൂരിപക്ഷം എത്രയാണ് എന്ന് കാണാൻ കഴിയുമല്ലോ. ഒരു സംശയമില്ലാതെ നമുക്കറിയാവുന്ന കാര്യമാണ്. അത് 19,407 19,407 വോട്ട് 7 മണ്ഡലങ്ങളുടെ ഭൂരിപക്ഷമാണ്. മറ്റേ ആരിഫിന്റെ ഒറ്റ മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിലെ ഭൂരിപക്ഷം തന്നെയാണ് ഈ പറഞ്ഞ 34,000 വോട്ട്. ആ സ്ഥാനാർത്ഥിയാണ് LDF ഫീൽഡ് ചെയ്തിരിക്കുന്നത് ആലപ്പുഴയിൽ. മത്സരം എത്രത്തോളം ടൈറ്റാണ് എന്നുള്ളത് എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിന്റെ സമന്വയ നേതാവ് ഇപ്പം മാറിയിട്ടുള്ള KC വേണുഗോപാലിന് സുവ്യക്തമാണ്. എല്ലാവരും കോൺഗ്രസ് നേതാക്കളെ ഷെയർ ചെയ്യുന്ന കാര്യമാണ്. നെക്ട് ടു നെക്ട് ഫൈറ്റ് എന്നാണ്. വേണുഗോപാൽ മത്സരിക്കുമോ? ഹലോ, വേണുഗോപാൽ അതിലേക്ക് ഞാൻ വരികയായിരുന്നു. ചോദിച്ചത് നന്നായി. ഇപ്പൊ ഒരു കോൺഗ്രസ് നേതാവ് ഇന്നോട് ഫോണിൽ സംസാരിച്ചത് നെക്ട് ടു നെക്ട് ഫൈറ്റ് ആണ് ആലപ്പുഴയിൽ. KC വേണുഗോപാൽ മത്സരിക്കില്ല എന്നുള്ളതായിരുന്നു പൊതുവുണ്ടായിരുന്ന ധാരണയെങ്കിലും ഇന്ന് പോസ്റ്ററുകൾ വന്നിട്ടുണ്ട്. ഇന്നലെ മറ്റേ ഹോർഡിങ്സ് ഒക്കെ ആയിരുന്നു വന്നിരുന്നത്. അപ്പൊ ഇത്രയും പണം മുടക്കി ഈ നോമിനേഷൻ വരുന്നതിന് മുമ്പ്, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇത്രയും പണം മുടക്കി ഇത്രയും സന്നാഹങ്ങളൊക്കെ ഒരുക്കുമ്പോഴേക്ക് അദ്ദേഹം മത്സരിക്കാനാണ് സാധ്യത എന്ന് കരുതുന്നവരാണ് കോൺഗ്രസിലേറെയും. അതേസമയം അവിടുത്തെ തിരക്കുകൾ ഇവിടെ ആരിഫ് സ്ഥാനാർത്ഥിയായ KC വേണുഗോപാൽ UDF സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇവിടുന്ന് മണ്ഡലത്തിൽ നിന്ന് മാറാൻ പറ്റാത്ത അവസ്ഥ വരികയും AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ആ ഒരു ചുമതലകൾ ഫലപ്രദമായി ഡൽഹിയിൽ നിറവേറ്റാൻ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ളത് ഇതിനോട് ചേർത്ത് വായിക്കണം. അന്തിമമായിട്ട് അത് ഇപ്പോഴും തീരുമാനിക്കപ്പെടാത്തൊരു കാര്യമാണ്, മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അത് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ കോട്ടയത്തെ ഇഷ്യൂ, കോട്ടയത്ത് ഇന്നിപ്പോ പറഞ്ഞു കേൾക്കുന്ന വേറൊരു സംഗതി, ശ്രീ VN വാസുദേവൻ കോട്ടയത്ത് LDF സ്ഥാനാർത്ഥി ആയതോടുകൂടി ഇപ്പോ മാണി ഗ്രൂപ്പിൽ നിന്ന് സീറ്റ് മാറ്റി ഉമ്മൻചാണ്ടിത്തിന് അവിടെ കളത്തിൽ ഇറക്കിയാലോ എന്ന് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ടത്രേ. അപ്പോ അതിന് പകരമായി തൊടുപുഴയിൽ മാണി ഗ്രൂപ്പിന് സീറ്റ് കൊടുത്തുകൊണ്ട് PJ ജോസഫിനെ അങ്ങോട്ട് മാറ്റാം എന്നൊരു ആലോചനയിലേക്ക് പോകുന്നതായി കേൾക്കുന്നു. പക്ഷേ പലർക്കും അതിനോട് വിയോജിപ്പുള്ളതായിട്ട് മറുവാദവുമുണ്ട്. അപ്പൊ അത്തരത്തിൽ ഈ മുമ്പേ സലീം പറഞ്ഞത് ഇതുമായിട്ടൊന്നും പൊരുത്തപ്പെടുന്ന കാര്യങ്ങളേ അല്ല. കാരണം കോൺഗ്രസ് പാളയത്തിൽ ആകെ പരിഭ്രാന്തി ഈ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ വമ്പിച്ച തോതിൽ ഉയർന്നു കഴിഞ്ഞു. അതാണ് നമ്മൾ ശ്രീ ജയചന്ദ്രൻ നമുക്ക് തിരിച്ചെത്താം. ലാൽകുമാർ, അതായത് ഇപ്പോൾ ദേശീയ പ്രശ്നങ്ങൾ ഉയർത്തപ്പെടുന്നു, നിരവധി സംസ്ഥാനവുമായി നിലനിൽക്കുന്ന രാഷ്ട്രീയങ്ങളുണ്ട്. ഇതൊക്കെ ചർച്ചാവേദിയായിരുന്ന ഒരു വേളയിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ ഈ LDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മുഴം മുമ്പേയുള്ള പോക്കിൽ സ്ഥാനാർത്ഥികളുടെ ഗുണമേന്മയും അതുമായി ബന്ധപ്പെട്ടുള്ള എതിർചേരിയിലെ ആശങ്കയുമാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നേളിച്ചു നിൽക്കുന്നത്. ഇവിടെ LDF ഒന്നിനൊന്നോട് മെച്ചമായത്, അതായത് 6ഓളം വരുന്ന MLA മാർ, സിറ്റിംഗ് MP ആയിരുന്നവർ ഒക്കെ മത്സരിക്കുന്നു. ബാക്കിയുള്ള വ്യക്തിത്വങ്ങളൊക്കെ തികച്ചും അവർ ആറ്റിക്കുറുക്കി എടുത്തിരിക്കുന്നവരാണ് എന്ന് പറയുന്നു. ഇതൊരു പക്ഷേ എതിർപ്പാളയത്തെ വലിയ ആശങ്കയിലാക്കുന്ന ഒരു ചിത്രമാണ് നാം കാണുന്നത്. ശ്രീ ജയചന്ദ്രന്റെ നിരീക്ഷണവും ആ വിധത്തിലാണ് പുരോഗമിച്ചത്. പക്ഷേ PSLും നമുക്കറിയാം അദ്ദേഹത്തിന്റെ പരിമിതി. എന്നിരുന്നാൽ പോലും അല്ല, ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സലീം സാർ പറഞ്ഞതിനകത്ത് തെറ്റ്, അല്ലെങ്കിൽ എനിക്ക് യോജിക്കാൻ പറ്റാത്തത്, കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കാര്യത്തിൽ അദ്ദേഹം അത് പറഞ്ഞില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് MLA ആയിരുന്നു, അത് കഴിഞ്ഞ് രാഷ്ട്രീയം രാജിവെച്ചിട്ട് പോയതാണ്. അദ്ദേഹം അത് സൂചിപ്പിച്ചില്ല. ജനങ്ങളോട് ചെയ്യുന്ന തെറ്റായിരുന്നല്ലോ, അല്ലേ? ചെയ്തില്ല. ജോസ് കെ മാണി ചെയ്തത് തെറ്റ് പറഞ്ഞില്ല. പിന്നെ ഇനിയിപ്പം യാതൊരു കാരണവശാലും അടൂർ പ്രകാശ് സ്ഥാനാർത്ഥിയാകാൻ പാടില്ല, ഉമ്മൻചാണ്ടി സാർ സ്ഥാനാർത്ഥിയാകാൻ പാടില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അടുത്ത ദിവസങ്ങൾ വരുമ്പോൾ നമ്മൾ ചോദിക്കും. അത് ഓർത്തോണം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പം ചാടിക്കേറി MLA മാർ മത്സരിക്കല്ല എന്ന് പറയുന്നത് എനിക്ക് അതിന് യോജിക്കാൻ പറ്റില്ല. MLA അങ്ങനെ മത്സരിക്കരുത് എന്നൊരു വിമർശനം PSL ഉന്നയിച്ചില്ല. അല്ല, ദാരിദ്ര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇവർക്കും ആ ദാരിദ്ര്യം ഉണ്ടല്ലോ എന്നാണ് എന്റെ ചോദ്യം. മത്സരിക്കേണ്ടെന്ന് ഞാനും പറഞ്ഞില്ല. ഇവർക്ക് ഈ ദാരിദ്ര്യം LDFന് ആപ്ലിക്കബിൾ ആണെങ്കിൽ അത് കോൺഗ്രസിനും ആപ്ലിക്കബിൾ ആണ്. കാര്യം കോട്ടയത്ത് നിർത്താൻ വേറൊരാൾ ഇല്ലാത്തതുകൊണ്ട് ഉമ്മൻചാണ്ടി സാർ മത്സരിക്കുന്നു എന്നത്. പിന്നെ സമ്പത്തിനെ കുറിച്ച് മത്സരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം, 4 ടേമായിട്ട് നിൽക്കുന്നു. ഉമ്മൻചാണ്ടി സാർ അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് നിയമസഭയിൽ 50 വർഷം ഉണ്ടായി. ഒന്ന് മാറിക്കൊടുക്കുമോ എന്ന് ഞാൻ എപ്പോഴും വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. മാന്യമായി മാറിക്കൊടുക്കേണ്ടത്. KV തോമസിന്റെ സ്ഥിതി എന്താണ്? PJ കുര്യൻ എത്ര നാളാണ് അവിടെ നിന്ന് ഇപ്പം ഒരു വേറെ വഴിക്ക് പോയതുകൊണ്ട്? അപ്പം ഇതൊക്കെ നടക്കുന്നൊരു കാര്യം. നമ്മളെന്താ ഇപ്പോഴത്തെ പ്രശ്നം എന്നാ? ജനം നേരിടുന്ന LDFും UDFും മൊത്തത്തിൽ നേരിടുന്ന ഒരു വിഷയം, നമ്മളുടെ പ്രൈമറി വിഷയം എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റുകളെ തടയുക എന്നുള്ളതാണ്. അത് BJP ആണ്. അതിന്
LDF മുന്നിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സിനെ വെക്കുക എന്നുള്ളതാണ്. കാര്യം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ നടക്കാൻ നേരത്ത് നമ്മൾ വിചാരിച്ചില്ല ഇത്രത്തോളം രാഷ്ട്രീയ അന്തരീക്ഷം മാറും, ഇന്ത്യൻ രാഷ്ട്രീയ അന്തരീക്ഷം മാറുമെന്ന് വിചാരിച്ചിരുന്നില്ല. കാര്യം മോഡിജി കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കീഴിൽ കാണിച്ചിരിക്കുന്ന തോന്നിവാസങ്ങൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ LDF സംബന്ധിച്ചിടത്തോളം LDF നേരിടുന്ന അല്ലെങ്കിൽ LDF മുന്നോട്ട് വെക്കാൻ വെക്കുന്ന ആശയം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സിനെ മുന്നോട്ട് വെക്കുക. ആ MLA അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സിനെ ജനങ്ങൾക്ക് കൊടുക്കുക. അത് ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ. ഇവർ പറഞ്ഞതുപോലെ 4 വട്ടം തിരഞ്ഞെടുക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഈ പറയുന്ന MLA-മാർ മാറി നിന്ന് മത്സരിക്കുന്നു, ജയിക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഇതും ഫാക്ടർ ആക്കട്ടെ. പക്ഷെ അതൊന്നും അല്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ നേരിടുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിക്കാൻ LDF സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സിനെ വെക്കാൻ ശ്രമിക്കും. ആ മണ്ഡലത്തിലെ ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സിനെ പിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ MLA-മാർ കണ്ടേക്കാം. അത് അവരുടെ പ്രവർത്തനം മികവുള്ളതുകൊണ്ടാണ് കൊടുത്തത്. അല്ലെങ്കിൽ MLA ആയിട്ട് വളരെ മോശമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടല്ലോ അവരെ MP ആയിട്ട് പ്രിഫർ ചെയ്യുന്നത്. സോ LDF എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം ഇവരെ നിർത്തുന്നതിൽ കോൺഫിഡൻ്റ് ആണ്. എന്ന് വെച്ചാൽ അവരുടെ പെർഫോമൻസിൽ അവർ കോൺഫിഡൻ്റ് ആണെന്നുള്ള ഒരു കാര്യം കൂടെ അതിനകത്ത് നമ്മൾ വിലയിരുത്തണം. അപ്പം ഇത് വളരെ ഇപ്പം ഇവർ പറഞ്ഞ പോലെ സാമ്പത്തികമായി നഷ്ടം വരുന്നു. സാമ്പത്തികമായിട്ട് നഷ്ടം വരുന്ന രാഹുൽ ഗാന്ധി രണ്ടിടത്ത് മത്സരിച്ച സമയമുണ്ട്. സോണിയാഗാന്ധി അമേഠിയിലും റായ്ബറേലിയിലും മത്സരിച്ച സമയമുണ്ട്. മോഡിജി ഇപ്പം വാരണാസിയിലും ഗുജറാത്തിലും മത്സരിക്കാൻ പോകും. ഇതൊന്നും നഷ്ടമല്ലേ? ഇതൊക്കെ നഷ്ടമാണ്. പക്ഷെ അങ്ങനല്ല, ജനാധിപത്യ പ്രക്രിയയിൽ ഇതൊക്കെ നടക്കുന്നൊരു കാര്യം തന്നെയാണ്. അത് നമ്മൾ അങ്ങനെ എടുത്താൽ മതി. അപ്പം പറച്ചിലിന് മറുപറച്ചിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സിനെ നിർത്തുക എന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നിർത്തിയിരിക്കുന്നത്. അതിനകത്ത് LDF ഒരു പരിധിവരെ വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനകത്ത് നിസ്സംശയം എനിക്ക് പറയാൻ പറ്റും. LDF സംബന്ധിച്ചിടത്തോളം ഓരോ മണ്ഡലത്തിലെടുത്താൽ ഒറ്റ ഗ്ലാൻസ് ഇതിലും നല്ലൊരു കാൻഡിഡേറ്റിനെ കിട്ടില്ലാത്തത്. ഇപ്പം UDF ഞാൻ പറയാ UDF ഇതിലും നല്ല കാൻഡിഡേറ്റ്സിനെ നിർത്തി വിജയിക്കണം തന്നെയാണ് പറയുന്നത്. അതിന് എന്താ തെറ്റ്? MLA-മാരുണ്ടെങ്കിൽ MLA-മാരെ കൂടി തന്നെ നിർത്തിക്കും. ആരാ നിർത്തണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്? അപ്പം നമ്മൾ പ്രതിഷേധ സ്വരങ്ങളൊന്നും ഉയർത്താൻ പോകുന്നില്ല. ഉമ്മൻചാണ്ടി സാറ് തന്നെ കോട്ടയത്ത് നിൽക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ നിർത്താൻ മാണി സാർ സമ്മതിക്കത്തില്ല. അത് നമുക്കറിയാം. അത് വീട്ടിലുള്ളവർക്കൊക്കെ കൊടുത്തിട്ടേ ബാക്കി കൊടുക്കത്തുള്ളൂ നമുക്കറിയാം. അത് സലീം സാറിന് അറിയാം. സലീം സാറിന് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് പറയാൻ അതിന് ബുദ്ധിമുട്ടില്ല. കാര്യം കുടുംബക്കാർക്കെല്ലാം വീതം വെച്ചിട്ട് കോൺഗ്രസിന് അങ്ങനത്തെ പാരമ്പര്യം ഇല്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് അത് പറയാനും ബുദ്ധിമുട്ടാണ്. അത് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഉമ്മൻചാണ്ടി സാർ മത്സരിക്കുന്നു എന്നുള്ള തീരുമാനം അത് ഉമ്മൻചാണ്ടി സാറും കോൺഗ്രസും എടുത്താൽ പറ്റില്ലല്ലോ. മാണി സാർ എടുക്കണമല്ലോ. ശരിയാണ്. തീർച്ചയായും ശ്രീ PS സലീമിലേക്ക് തന്നെ. ശ്രീ PS സലീം, ഇതാണ് വിഷയം. അതായത് ഒരു സൈറ്റിലും ഞാൻ കണ്ടു, നിരവധി വാർത്താ നിരീക്ഷണങ്ങളും ഞാൻ കണ്ടു. അതായത് ഈ വൈദ്യശാസ്ത്രം കരിഞ്ഞില്ലെങ്കിൽ, മീൻസ് വൈദ്യശാസ്ത്രം ഇടപെട്ടില്ലെങ്കിൽ ഈ യുവാക്കൾക്കൊന്നും കോൺഗ്രസിൽ എത്താൻ തരമില്ല എന്ന് നമുക്കറിയാം. അരുൺ രാജിനെയൊക്കെ പോലെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ പരസ്യമായി പോലും ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചതാണ്. ഇങ്ങനെ ഒട്ടേറെ ആന്തരിക വൈരുദ്ധ്യം കോൺഗ്രസിനുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയം നീണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും അവരൊക്കെ അങ്ങനെ സംശയിക്കും. അല്ല, അജിംഷാദ് നീഡ് നോട്ട് വറി അബൌട്ട് ഇറ്റ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക കേരളത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ യുവാക്കൾക്കും വനിതകൾക്കും ഒക്കെ വളരെ കൃത്യമായ പ്രാതിനിധ്യം ഉണ്ടാവും. പക്ഷെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ ചിത്തരഞ്ജൻ പറഞ്ഞത് മുഴുവൻ കേട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ആമുഖമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. MLA-മാരെ മത്സരിപ്പിക്കാനുള്ള CPM-ന്റെ തീരുമാനത്തെ അതിനെ ഞാൻ ഇൻ പ്രിൻസിപ്പിൾ എതിർക്കുന്നില്ല. പക്ഷെ ഇതിനൊരു ഒരു പ്രശ്നമുള്ളത്, ഇവിടെ ചിത്തരഞ്ജൻ ചോദിച്ച ചോദ്യം കോൺഗ്രസ് 4 MLA-മാരെ മത്സരിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങൾ മത്സരിപ്പിച്ച സമയത്ത് അതിന് കൃത്യമായ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. K. സുധാകരനെ പോലെ, KV തോമസിനെ പോലെ, KC വേണുഗോപാലിനെ പോലെ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാർലമെന്റിലും ഡൽഹിയിലും അനിവാര്യരായ നേതാക്കന്മാരെ അനിവാര്യമായ സാഹചര്യത്തിലാണ് ഞങ്ങൾ മത്സരിപ്പിച്ചതും അത് ജയിപ്പിച്ചതും. പക്ഷെ ഇവിടെ അതാണോ ഞാൻ ചോദിക്കുന്നത്? PV അൻവർ MLA, ഞാൻ ഇവിടെ അജിംഷാദ് നേരത്തെ ഈ നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ഒരു താരതമ്യ പഠനത്തെ കുറിച്ചുകൂടി സൂചിപ്പിച്ചു. ഞാൻ ആ കെണിയിൽ വീഴുന്നില്ല. ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ചും നെഗറ്റീവായി കമന്റ് പറയാൻ എന്റെ പാർട്ടിയുടെ തത്വാധിഷ്ഠിതമായ നിലപാട് എന്നെ അനുവദിക്കുന്നില്ല. പക്ഷേ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, PV അൻവറിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി. PV അൻവർ നേരത്തെ കോൺഗ്രസിന്റെ മതേതര ഇടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഒന്ന്,
2 DIC-യിൽ അടക്കമുണ്ടായിരുന്നു അദ്ദേഹം. അങ്ങനെ പൊതുപ്രവർത്തനത്തിൽ ഒരു മതേതരത്വത്തിന്റെ മാനദണ്ഡത്തിൽ നിൽക്കുകയും അതിനുശേഷം ഇടതുപക്ഷത്തേക്ക് സഹകരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ PV അൻവറിനെ മാത്രം എടുത്തു പറയുന്നത് ശരിയാണോ? PV അൻവർ അവിടെ ജനഹിതം നേടിയ ആളാണ് ശ്രീ PS സലീം. അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീ ആരോപിച്ച എത്രയോ പേർ കോൺഗ്രസിൽ സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. അല്ല, PV അൻവറിന്റെ പൂർവാശ്രമത്തെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. PV അൻവർ കോൺഗ്രസിലായിരുന്നപ്പോൾ കോൺഗ്രസിന്റെ ഒരു സാധാരണ പ്രവർത്തകൻ മാത്രമായിരുന്നു. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയായി, MLA ആയി. ഇപ്പോൾ പൊന്നാനി പോലൊരു പാർലമെന്റ് സീറ്റിൽ PV അൻവർ മത്സരിക്കാനും PV അൻവറിനെ സ്ഥാനാർത്ഥിയാക്കാനുമുള്ള CPM-ന്റെ ആ ഒരു തീരുമാനത്തെയോ അതിനുള്ള അവരുടെ അവകാശത്തെയോ അധികാരത്തെയോ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ജനം അദ്ദേഹത്തോട് നേരത്തെ തന്നെ ഒരു നിയമസഭാ മണ്ഡലത്തിലാണെങ്കിൽ പോലും ജനം അദ്ദേഹത്തിന് അംഗീകാരം നൽകിയതാണ്. അദ്ദേഹം ജനപ്രതിനിധിയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടേക്ക് എത്താം. ശ്രീ PS സലീം, നമുക്ക് ഇവിടേക്ക് എത്താം. അതായത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ദാരിദ്ര്യം അനുഭവപ്പെട്ടു LDF-നെന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ ഒരു ദാരിദ്ര്യവുമില്ല. അവരൊക്കെ എല്ലാ അർത്ഥത്തിലും ജനകീയ പോരാട്ടങ്ങളിൽ മേന്മയുള്ളവരാണെന്ന് PP ചിത്തരഞ്ജൻ അതിന് മറുപടിയായി വെക്കുകയും ചെയ്തു. ഈ ദാരിദ്ര്യം എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിച്ചത് എന്ത് എന്നൊന്ന് പറയാം. ഞാൻ പറയൂ, ഈ CPM-ന്റെ ഈ സ്ഥാനാർത്ഥി ദാരിദ്ര്യം എന്ന് ഞാൻ പറഞ്ഞത് ഉത്തമ ബോധ്യത്തോടു കൂടിയാണ്. അതിന് കാരണമൊളി ഇപ്പം അജിംഷാദ് വാനോളം പുകഴ്ത്തിയ, ചിത്തരഞ്ജൻ ശരിവെച്ച, ലാൽകുമാർ അതൊന്നും കൂടി ഗ്ലോറിഫൈ ചെയ്ത ഈ CPM-ന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് നമ്മൾ കൃത്യമായി നിഷ്പക്ഷമായ കണ്ണുകളിലൂടെ വീക്ഷിച്ചാൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിന് ഒരു ഇടതുപക്ഷ സ്പർശം ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിന്റെ സമഗ്രതയിലില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. ശ്രീ PS സലീമിനെ പോലെ ഒരു മുതിർന്ന നേതാവ്, KPCCയുടെ ഭാഗമായ ഒരാൾ പറയുകയാണ്, അതായത് ഇതിലെ ദാരിദ്ര്യം എന്തെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് ഇടതുപക്ഷ നിറം കുറവാണ് എന്ന്. അതായത് LDF സ്ഥാനാർത്ഥികളുടെ ഇടതുപക്ഷ സ്വഭാവം കുറവാണ് എന്നതാണ് കോൺഗ്രസിന്റെ ആശങ്കയെന്ന്. നിർഭാഗ്യവശാൽ ഈ കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ നമുക്ക് കമ്പയർ ചെയ്ത് ചർച്ച ചെയ്യാനാവില്ല. കാരണം കോൺഗ്രസ് ഇപ്പോഴും സ്ഥാനാർത്ഥികൾ അവ്യക്തതയിലാണ്. അങ്ങനെ ഒരു വലിയ പരിമിതി ഇവിടെയുണ്ട്. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ ശ്രീ PP ചിത്തരഞ്ജൻ അദ്ദേഹം പറഞ്ഞത് തന്നെയല്ലേ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥികളുടെ ഇവിടെ ജയചന്ദ്രനും ശ്രീ ലാലും എന്താ യഥാർത്ഥത്തില് 20 സ്ഥാനാർത്ഥികളെ എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഈ 20 പേരും അവരുടെ കഴിവുകൾ അവരെ ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ രംഗങ്ങളിലും തെളിയിച്ചിട്ടുള്ളവരാണ്. അവർക്ക് ഇടതുപക്ഷ സ്വഭാവം ഇല്ല എന്നാണ് നിരീക്ഷിച്ചത്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഇടതുപക്ഷ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോരുത്തരെയും നിങ്ങൾ എടുത്ത് പരിശോധിക്കൂ. ഇവരുദ്ദേശിക്കുന്ന അൻവർ ആണെങ്കിൽ അൻവർ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നിരുന്ന ആളാണല്ലോ. അവിടെ നിന്നും അദ്ദേഹം കോൺഗ്രസിന്റെ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് LDF-മായി സഹകരിക്കുവാനും CPM-മായി സഹകരിക്കുവാനും അവിടെ ആര്യാടൻ മുഹമ്മദിന്റെ സീറ്റാണ് പിടിച്ചെടുത്തത്. അദ്ദേഹത്തിന്റെ മകനെയാണ് പരാജയപ്പെടുത്തിയത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട പ്രയാസം എന്താ? ഈ പൊന്നാനി മണ്ഡലത്തിൽ അദ്ദേഹത്തിനുള്ള വിപുലമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളും അതുപോലെ തന്നെ ഒരു കോൺഗ്രസ് ഇടതുപക്ഷ നിലപാട് സ്വീകരിച്ച ഒരാളെന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹത്തോട് സഹകരിക്കുവാൻ കോൺഗ്രസുകാരായ ആയിരക്കണക്കിന് ആൾക്കാർ തയ്യാറാകുമെന്നുള്ളത് ഇവർ മനസ്സിലാക്കിയാണ്. അതുകൊണ്ടുള്ള ഭയം കൊണ്ട് മാത്രമാണ് പറയുന്നത്. ഞാൻ വ്യക്തിപരമായി അത് ആക്ഷേപിക്കുന്നില്ല. ഡോക്ടർ ശശി തരൂരിനെതിരായിട്ടുള്ള കേസ് ചെറിയ കേസാണോ? അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമല്ലോ. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തർക്കമില്ലല്ലോ. അങ്ങനെ UDF-ന് വരാനുള്ള മറ്റു ലിസ്റ്റിനെ കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല. ഉറപ്പായിരിക്കുന്ന ഡോക്ടർ ശശി തരൂര് അങ്ങനെയാണെങ്കിൽ മത്സരിക്കാൻ ഒക്കുന്ന ആളാണോ? അൻവറിനെ സംബന്ധിച്ച് അതൊന്നുമില്ലല്ലോ. അദ്ദേഹത്തെ സംബന്ധിച്ചത് അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് വരുമ്പോ ഒരു വ്യവസായി തന്നെയായിരുന്നു. വ്യവസായിയായിട്ട് തന്നെ രാഷ്ട്രീയ രംഗത്ത് വന്ന ആളാണ്. രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹം ഒന്നും നേടിയ ആളൊന്നും അല്ലല്ലോ. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു, കോൺഗ്രസ്സുകാരനായിരുന്നു. ആ കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞാണ് അദ്ദേഹം ഇടതുപക്ഷവുമായി സഹകരിച്ചു. നിലമ്പൂരിൽ മത്സരിച്ചു. നിലമ്പൂരിലെ ജനങ്ങൾ
ഇടതുപക്ഷത്തിന് വലിയ പിന്തുണയുള്ള ഒരു പ്രദേശമല്ലല്ലോ. അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് പൊന്നാനി മണ്ഡലത്തിലുള്ള വിപുലമായ ബന്ധങ്ങൾ ഇതെല്ലാം കണക്കെടുക്കുകയാണ്. ഇത് ഓരോ സ്ഥാനാർത്ഥി എടുക്കൂ. എന്താ ഇടതുപക്ഷത്തിന്റെ നിലത്തിന് കുറവുണ്ടാവുള്ളത്? വളരെ വ്യക്തമായ നിലപാട്. ഓരോ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെടുക്കൂ. ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന സി ദിവാകരൻ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. ട്രേഡ് യൂണിയൻ രംഗത്ത് അധികായകനല്ലായിരുന്നോ കേരളത്തിലെ? മന്ത്രിതന്ത്രത്തിലെ പ്രാഗൽഭ്യം തെളിയിച്ചാണല്ലേ? 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ജയിച്ചാണല്ലേ? ഡോക്ടർ സമ്പത്ത് ഇന്ത്യയുടെ പാർലമെന്റിൽ, ഇന്ത്യയുടെ ലോകസഭയിൽ ഏറ്റവും സമർത്ഥമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള പാർലമെന്ററിയൻ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നിട്ടുള്ള ആള്, ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആള്, തർക്കമുണ്ടോ ആർക്കെങ്കിലും? കെ എൻ ബാലഗോപാൽ മോശം ആളാണോ? വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ നേതാവ്, യുവജന പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ നേതാവ്, രാജ്യസഭ അംഗമെന്നതിൽ തന്റെ പ്രാഗൽഭ്യം തെളിയിച്ച ആള്, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമടക്കമുള്ള വലിയ ചുമതല നിർവഹിച്ച ആള്. ഇപ്പുറത്ത് വരൂ. ഇനി ആലപ്പുഴയിലേക്ക് വരൂ. നിങ്ങൾ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി സഖാവ് എ എം ആരിഫ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വന്നാളല്ലേ? ബഹുമാനിയായ ഗൗരിയമ്മയാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തോപ്പിച്ചത്. അതിനുശേഷം ആരിഫിന്റെ ജനപിന്തുണയുടെ തെളിവ് 40,000 വോട്ടിനടുത്ത് അദ്ദേഹം എത്തി നിൽക്കുന്നു. ഏറ്റവും നല്ല ജനപ്രതിനിധി എന്നുള്ള നിലയിലേക്കുള്ള അവാർഡുകൾ വാങ്ങുന്നു. എല്ലാവർക്കും ഓരോ തെരഞ്ഞെടുപ്പിൽ പിന്തുണ വർദ്ധിച്ചു വരുന്ന ആലപ്പുഴയുടെ പൊതുജീവിതത്തിലെ നിറസാന്നിധ്യമാണ് സഖാവ് ആരിഫ്. എങ്ങനെയാ അദ്ദേഹത്തിന് ഇടതുപക്ഷത്തിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. പി രാജീവ് ഈ കേരളം കണ്ട ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ക്രൂരമായ മർദ്ദനമേറ്റ് വാങ്ങി ഭീകരമായ നിലയിലേക്ക് ലോക്കപ്പിലിട്ട് ബന്ധിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത്. അത് കഴിഞ്ഞ് പാർലമെന്റിലേക്ക് വന്ന് അംഗമായി കഴിഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ യാത്രയപ്പ് സമ്മേളനത്തിൽ ശ്രീ ഗുലാം നബി ആസാദ് അടക്കം നടത്തിയ പ്രസംഗം എന്താണ്? ഈ സഭയ്ക്ക് ആവശ്യമുള്ള ആളാണ് പി രാജീവ്. ആ പി രാജീവിന്റെ വിടവാങ്ങൽ ചടങ്ങ് തന്നെ രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തിന്റെ കഴിവത്ര സമർത്ഥനാണ് അദ്ദേഹം പാർലമെന്ററി നിലയിൽ എല്ലാം തെളിയിച്ചതല്ലേ? അതുപോലെ തന്നെ ഓരോ മണ്ഡലം ഞാനിപ്പോ ഓരോന്നും ഇപ്പൊ ഇന്നസെന്റ് MP ആയിരുന്നല്ലോ 5 വർഷക്കാലം. ഞാൻ ചോദിക്കട്ടെ, ഇത്ര നല്ല MP ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആതുര ശുശ്രൂഷ രംഗത്ത്, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരം ഭാവനാ സൃഷ്ടിയോടുകൂടെ പ്രവർത്തിച്ച ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഉള്ള അംഗീകാരം ആർക്കാ തള്ളിക്കളയാൻ കഴിയുന്നത്? അദ്ദേഹത്തിന്റെ നിലപാടിനെ ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അമ്പിച്ചു വിജയമിലെ കരസ്ഥമാക്കിയത്. തൃശ്ശൂരിൽ മത്സരിക്കുന്ന രാജാജി മാത്യു തോമസ് അദ്ദേഹവും അഖിലേന്ത്യാ യുവജന ഫെഡറേഷന്റെ നേതാവായിരുന്നു. അഖിലേന്ത്യാ നിലവാരത്തിൽ, ലോക നിലവാരത്തിൽ വേൾഡ് യൂത്ത് ഓർഗനൈസേഷന്റെ വൈസ് ചെയർമാനായി പ്രവർത്തിച്ച ആളാണ്. കേരളത്തിലെയും രാജ്യത്തെയും യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു സഖാവ് രാജാജി മാത്യു തോമസ്. ഇങ്ങനെ ഓരോ മണ്ഡലം എടുക്കൂ. MP രാജേഷ് പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അദ്ദേഹം യുവജന നേതാവ് എന്നുള്ള നിലയിൽ, വിദ്യാർത്ഥി നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ കഴിവ്, അതുപോലെ തന്നെ സഖാവ് വിജു, അദ്ദേഹം SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, അതിനുശേഷം പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തെ ഏൽപ്പിച്ച ഓരോ ഉത്തരവാദിത്വവും നിറവേറ്റുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം, ഇതെല്ലാം കാണണ്ടേ? ശ്രീമതി ടീച്ചർ കേരളത്തിലെ വനിതാ പ്രസ്ഥാനത്തോടെ വളർന്ന് അതുകൊണ്ട് തന്നെ ഏൽപ്പിച്ച എല്ലാ ചുമതലയും മന്ത്രിയുടെ പ്രാഗൽഭ്യം തെളിയിച്ച് എത്ര കാലത്തെ പാരമ്പര്യമാണുള്ളത്? സതീഷ് ചന്ദ്രൻ CPMന്റെ സംസ്ഥാന കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ 3 തവണ, അതിനു മുമ്പ് അദ്ദേഹം യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവ്, അവരുടെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന ഭാരവാഹി, പ്രഗത്ഭനായ MLA. ശരിയാണ്. താങ്കൾക്ക് പി ജയരാജനെയും സതീഷ് ചന്ദ്രനെയും ശ്രീമതി ടീച്ചറെയും ഒക്കെ അങ്ങനെ എണ്ണി പറയാനാകും, സി ദിവാകരൻ വരെയുള്ളവരെ. പക്ഷേ ശ്രീ PS സലീമിന് അങ്ങനെ പറയാനാകില്ലല്ലോ. അദ്ദേഹത്തെ അത് അങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. പി ജയരാജൻ, ഞാൻ ചോദിക്കട്ടെ, പി ജയരാജൻ ഈ ഇടതുപക്ഷക്കാർക്ക് ആവേശമല്ലേ? അല്ല അജിംഷാദ്, ഈ ചിത്തരഞ്ജൻ കൊണ്ട് ജീവിക്കുന്ന വർഗീയതക്കെതിരായി ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പറഞ്ഞു. ഫാസിസ്റ്റുകൾക്കെതിരായിട്ടുള്ള സമരത്തിൽ ഒരു ഇഞ്ച് വിട്ടുവീഴ്ച ചെയ്യാത്ത ഈ കേരളം ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന മനസ്സിൽ ഒരു നിറസാന്നിധ്യമായി നിൽക്കുന്ന പി ജയരാജനെ ഇടതുപക്ഷ സ്വഭാവം ചേർത്ത് വെച്ച് നിങ്ങളുടെ എല്ലാ ക്യാമ്പുകളിൽ പണ്ടുകാലത്ത് നിന്നിരുന്ന ഏതാനും ആൾക്കാർ ഇടതുപക്ഷവുമായി സഹകരിച്ചു വന്നു. അവരതിന്റെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളായി, MLA ആയി, MP ആയി അവർക്ക് വീണ്ടും അവസരം കൊടുക്കുന്നു. അതല്ലാതെ വേറെ എന്താ പ്രശ്നം? അതാണ് ശ്രീ ലാൽകുമാർ. ശ്രീ ചിത്തര, ഞാൻ തിരിച്ചെത്താം. ശ്രീ ലാൽകുമാർ, അതായത് നിരീക്ഷണം ഒരുപക്ഷെ ഇതുപോലെ ഈ സ്ഥാനാർത്ഥികളുടെ മികവ് എണ്ണി പറയാൻ
നിർഭാഗ്യവശാൽ PS ലീവിനാവില്ല. ഭാഗ്യവശമാണോ നിർഭാഗ്യവശമാണോ എന്ന് എനിക്കറിയില്ല, ആവില്ല. കാരണം അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിട്ടില്ല. അപ്പോൾ നമ്മുടെ ആ ബാലൻസ് നമുക്ക് ചർച്ചയുടെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചാൽ ശശി തരൂർ സീതിവാരം പറയാൻ കഴിയില്ലേ? അല്ല, ശശി തരൂരിനെ കുറിച്ച് ചിത്തരഞ്ജൻ പറഞ്ഞു. ശശി തരൂർ ഒരു കേസിൽ ആരോപണ വിധേയനാണ്. അങ്ങനെയുള്ള ഒരു കക്ഷിയെ ഇങ്ങനെ വലിയ രാഷ്ട്രീയ നേട്ടം എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് കോൺഗ്രസും ഉയർത്തേണ്ടതുണ്ട് എന്ന്. അല്ലേ, ഒരു കുഴപ്പമില്ല. അല്ല, ഇത് ശശി തരൂരിനെ വെറുതെ ചുണ്ടങ്ങ കൊടുത്ത് വഴുതണങ്ങ മേടിക്കേണ്ട. വിശ്വപ്രതിഭയെ കുറിച്ച് അങ്ങനെ വെറുതെ
മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ, മികവാർന്ന സ്ഥാനാർത്ഥികൾ വന്നതോടുകൂടി UDF പ്രതിസന്ധി കൂടുതൽ മൂർച്ഛിക്കുകയല്ലാതെ അത് പരിഹരിക്കപ്പെടാൻ